ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിൻ്റെ അവസാന നാളുകളിലേക്ക് നാം നടക്കുകയാണല്ലോ. നോമ്പ് നമ്മുടെ രുചികളുടെ ശുദ്ധീകരണ കാലവും അഭിരുചികളുടെ നവീകരണ കാലവുമാണ്. അതുപോലെ തന്നെ ഉപവാസത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും മനനത്തിൻ്റെയും ദിനങ്ങൾ കൂടിയാണിത്. ഉപവസിക്കുക എന്നാൽ അടുത്തിരിക്കുക എന്നാണ് അർത്ഥം. ദൈവത്തോട് അടുത്തിരുന്ന് ദൈവവചനം പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമുള്ള അവസരങ്ങളായി ഈ നോമ്പ് നാളുകൾ തീരട്ടെ. ഇന്ന് വലിയ നോമ്പിലെ 39-ാം ദിനം. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവിക രക്ഷാപദ്ധതിയുടെ ഒരു വിവരണമാണ് റോമാലേഖനം 8-ാം അധ്യായം. വീണ്ടെടുപ്പിൻ്റെ സഹനങ്ങളും ഭാവിയുടെ മഹത്വവും ഇവിടെ വെളിവാക്കപ്പെടുന്നു. വീണ്ടെടുപ്പിനായി വേദനയോടെ കാത്തിരിക്കുന്ന സൃഷ്ടിജാലം. ക്രിസ്തുവിലൂടെ നീതീകരണം പ്രാപിച്ച് മക്കൾ എന്ന പദവിയിലേക്ക് പ്രവേശിച്ചവരാണ് നാമെങ്കിലും ജീവിതയാത്രയിൽ അനേകം കഷ്ടതകൾ നേരിടേണ്ടതായി വന്നേക്കാം. എന്നാൽ ഇത് മനഃപൂർവ്വമായി തിരഞ്ഞെടുക്കുന്നതിനോ നിരസിക്കുന്നതിനോ മനുഷ്യനും പ്രപഞ്ചത്തിനും സാധ്യമല്ല. സർവാധികാരിയായ ദൈവത്തിൻ്റെ കൽപ്പനയാലത്രേ സർവസൃഷ്ടിയും ഈ പ്രതിഭാസത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത്. വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ ശക്തി നശിച്ചു പോകുന്ന അവസ്ഥകൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലുമുണ്ട്. അവിടെ സഹനമുണ്ട്, പാപത്തിൻ്റെ ബന്ധനമുണ്ട്, അസഹനീയമായ വേദനയുണ്ട്. എന്നാൽ ഈ വേദന അർത്ഥശൂന്യമല്ല. പൗലോസ് ശ്ലീഹ ഈ വേദനയെ ഒരു മാതാവിൻ്റെ ഈറ്റുനോവിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയുള്ള പ്രതീക്ഷയിലാണ് ഒരു അമ്മ തൻ്റെ ഈറ്റുനോവിൻ്റെ വേദനകൾക്ക് അർത്ഥം കണ്ടെത്തുന്നത്. ഇന്നത്തെ വേദന നാളത്തെ മഹത്വത്തിനു വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് ആ മാതാവിൻ്റെ കണ്ണുനീരിൽ മാരിവില്ല് തെളിയിക്കുന്നു. കാത്തിരിപ്പുകൾക്ക് അർത്ഥമുണ്ടാകുന്നത് അത് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ്. വാക്യം 18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സകല സൃഷ്ടിയും ഈ തേജസ്സിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ പ്രതീക്ഷയും നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് സംബന്ധിച്ചാണ്. ആ തേജസ്സിൻ്റെ ഘനത്തെ ഓർക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളെല്ലാം ലഘുവായി അനുഭവപ്പെടും. കിരീടത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് മത്സരാർത്ഥിയെ തൻ്റെ ക്ഷീണത്തെ മറന്ന് മുന്നേറാൻ പര്യാപ്തമാക്കുന്നത്. അതുപോലെ ദ്രവത്വമെന്ന വലിയ പരീക്ഷയെ അദ്രവത്വമെന്ന സമ്മാനം കൊണ്ടാണ് നാം അഭിമുഖീകരിക്കുന്നത്. ആദാമിലൂടെ മനുഷ്യവർഗത്തിന് നഷ്ടമായ ആ പദവി യേശുക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ ലഭിക്കുന്നു. പാപത്തെയും പാപഘടനകളെയും ജയിച്ചവനായ ക്രിസ്തു പാപദാസ്യത്തിൽ നിന്ന് പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. ദൈവിക ഇടപെടൽ പ്രപഞ്ചത്തിൽ കൂടിയുള്ളത് സാർവത്രികമാണെന്നും ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. വീണ്ടെടുപ്പിൻ്റെ ദർശനം പ്രകൃതിയിലൂടെ അതിരുകൾക്കപ്പുറത്തേക്ക് ദൈവം പകർന്നു നൽകുകയാണ്. മനുഷ്യൻ പ്രകൃതിയെ ദുരുപയോഗം ചെയ്തതിൻ്റെ അനന്തരഫലങ്ങളാണ് നാം ഇന്ന് പ്രകൃതിയിൽ കാണുന്നത്. ഈ ദുരവസ്ഥയിൽ തുടരാനല്ല, മറിച്ച് സൃഷ്ടിയെ വീണ്ടെടുപ്പിലേക്ക് നയിക്കുക എന്നതാണ് വീണ്ടെടുക്കപ്പെട്ടവരുടെ നിയോഗം. ആ വലിയ നിയോഗം ഉൾക്കൊണ്ട് ഈ ലോകത്തെ വീണ്ടെടുപ്പിൻ്റെ വെളിച്ചത്തിലേക്ക് നമുക്ക് നയിക്കാം. ഈ നോമ്പ് നാളുകൾ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേരുന്ന നാളുകളായി തീരണം. അത് വെറും ആചാരാനുഷ്ഠാനത്തിൻ്റെയോ ബാഹ്യ പ്രകടനങ്ങളുടെയോ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ വർജനത്തിൻ്റെയോ മാത്രം നാളുകളല്ല, മറിച്ച് ക്രൂശിനെ ധ്യാനിക്കുന്ന, ക്രൂശിതൻ്റെ പാതയെ പിന്തുടരുന്ന, അപരൻ്റെ വേദനയെ തിരിച്ചറിഞ്ഞ് ആശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടുന്ന അവസരങ്ങളായി തീരണം. ദൈവമേ, ഈ പ്രപഞ്ചത്തിലെ ദൈവ സൃഷ്ടികൾക്കെല്ലാം ഒരേ സ്ഥാനമാണെന്ന് മനസ്സിലാക്കി പരിസ്ഥിതി സൗഹൃദ ഇടങ്ങൾ സൃഷ്ടിക്കുവാനും ഞങ്ങൾ പ്രകൃതിയുടെ കാര്യസ്ഥന്മാരാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുവാനും ഈ നോമ്പിൻ്റെ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.